ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻചോർജ് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിൽ ഇഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് അവരെ പതിയെ പരിചയപ്പെടാം. അതിനു മുന്നേ എന്താണ് ഇൻചോർജ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാൻ 2 വാക്ക് സംസാരിക്കട്ടെ. ആകെ 10 രസകരമായ കുസൃത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 10 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിൻ്റെ വിജയി. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ നിങ്ങൾ റെഡിയാണോ? റെഡിയാണെന്ന് ഉറക്കെ പറയോ? കുറച്ചുകൂടെ ഗുമ്പിൽ റെഡിയാണ്. എവിടുന്ന വരുന്ന എല്ലാവരും? എല്ലാവരും ഒരു സ്ഥലത്തു നിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരിക്കലും പൂക്കാത്ത മാവ് ഏതാണ്? ഒരിക്കലും പൂക്കാത്ത മാവ് പറഞ്ഞോളൂ. ആത്മാവാണ് കറക്റ്റ് ആൻസർ. എന്താ പേര്? ജോസ്. അപ്പോൾ ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിൽ 1 പോയിന്റ് നേടിയിരിക്കുകയാണ് നമ്മുടെ ജോസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരിക്കലും പൂക്കാത്ത മാവ്. ആൻസർ ആത്മാവാണ്. ജോസ് ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്ന മരം ഏതാണ്? അല്ല. ഞാൻ എല്ലാ കാര്യവും പറഞ്ഞേപ്പിച്ചിരിക്കുന്നു കേട്ടോ. ബോസിന് സോഡ വേണോ? ബോസിന്റെ അടുത്ത് മദ്യം തീർന്നു. വേറൊന്നും വിചാരിക്കില്ലേ? അവന്മാരിക്ക് ഇപ്പൊ കപ്പലണ്ടിയും വേണോന്ന്. മാമനോടും തോന്നല്ലേ മക്കളെ? മാമനോടും തോന്നല്ലേ? ബ്രഹ്മരം അല്ല. കൊടിമരം അല്ല. മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്ന മരം. വിവരമല്ല. എന്തോ ഇവിടെ പറഞ്ഞേ? അറിയത്തില്ല. ടൈം ഔട്ടായി. മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്ന മരം എന്തെന്നായിരുന്നു? ആൻസർ സമരമാണ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മീനുകൾക്ക് ഏറ്റവും പേടിയുള്ള ദിവസം ഏതാണ്? ഫ്രൈഡേ. ഇവിടെ ജോസ് പറഞ്ഞു. ജോസാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇന്ന് ജോസിന് 2 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. മീനുകൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ദിവസം എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഫ്രൈഡേ ആയിരുന്നു ആൻസർ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ, ആരടിച്ചാലാണ് നമ്മൾ തിരിച്ചടിക്കാത്തത്? കറണ്ട് അല്ല. ഇപ്പോഴത്തെ മക്കൾ അമ്മയൊക്കെ തിരിച്ചടിക്കും. അതല്ലേ അല്ലേ? എന്താടാ ഇത്? രാവിലെ തുടങ്ങിയോ? ലൈൻ നമ്മൾ അങ്ങോട്ട് അടിച്ചാലും ഇങ്ങോട്ട് അടിക്കാറില്ല അല്ലേ? നല്ല ആൻസർ. ആരടിച്ചാലാണ് നമ്മൾ തിരിച്ചടിക്കാത്തത്? ടോർച്ച്. അപ്പൊ ടൈം ഔട്ടായി. ക്വസ്റ്റ്യൻ, ആരടിച്ചാലാണ് നമ്മൾ തിരിച്ചടിക്കാത്തതെന്നായിരുന്നു ആൻസർ. ബോറടിച്ച. ഇത് നിന്റെ വീട്ടിലെ വേലക്കാരിയല്ലേ? അതൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് പറയാ. അതിപ്പോ പറഞ്ഞില്ലെങ്കിൽ ഓക്കെ, അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഓ, ജനറൽ നോളജ് ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ അല്ലേ? എന്താ പേര്? വിമൽ. ജനറൽ നോളജ് ആയിരുന്നെങ്കിൽ എപ്പോഴേ പറഞ്ഞേനെ. പോകുന്നത് 2 ക്വസ്റ്റ്യൻ ചോദിക്കാമേ. അത് തന്നെ. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, വേഗത കുറഞ്ഞ മാൻ ഏതാണ്? ഉള്ളിമാൻ. കുറച്ചുകൂടെ പോരട്ടെ. യെസ്, കറക്റ്റ് ആൻസർ. എന്താ പേര്? ഷൈജു. അൽഫാമാ? ആൽഫി ബിരിയാണി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷൈജു ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ഷൈജുവിന് 1 മാർക്ക് കിട്ടി. സന്തോഷമായോ? സന്തോഷം. ജോസിന്റെ കൂടെ എത്തിയിട്ടില്ല. പാട്ട് പാടില്ല ആരെങ്കിലും? ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്?
എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദി ലൈക്ക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? എടാ എന്തിനാ ചിരിക്കണ പാവോടെ? അവൻ പാടട്ടെ, അവന്റെ ശ്രുതി മാറിപ്പോവും. நீ நான் விழிக்கவில்லை கலைவாய் என்று நினைக்கவில்லை மறைந்தாய் பிரிந்தாய் நியாயமில்லை தொலைந்தேன் தனியே யாருமில்லை நீ நிஜம்தானா இல்லை நிகழ்தானா பதில் கேட்கிறேன் கிடைக்காதா ஞாபகங்கள் அதை நினைத்திருப்பேன் என்னை தேடியே திரும்பாதா காதல் நீ காயம் நீ நீ காணல் நீ மறைந்தாயே வேஷம் நீ பொய்கள் நீயே மாற்றம் நீ நான் உடைத்தேனே கனவே நீ நான் விழிக்கவில்லை കലൈവായിன்றി. അപ്പോൾ ജോസിന് നല്ലൊരു ക്ലാപ്പ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഒരിക്കലും വയസ്സാവാത്ത പ്രായം ഏതാണ്? അഭിപ്രായം അവിടെ പറഞ്ഞു. പേരെന്താ? വിമൽ. അപ്പോൾ വിമലാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. വിമലും ഷൈജുവും ഓരോ പോയിന്റ് നേടി. ജോസാണ് 2 പോയിന്റ് നേടി ഇനി മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ആരൊക്കെ വരും? അതെ, ഷൈജുവും വിമലുമാണോ ജയിക്കുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുന്നേ ഇപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ, ഒരിക്കലും വയസ്സാവാത്ത പ്രായം ഏതായിരുന്നായിരുന്നു? അതിന്റെ ആൻസർ അഭിപ്രായമായിരുന്നു. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, പറക്കുന്ന വെണ്ണ ഏതാണ്? വെണ്ണ, പറക്കുന്ന വെണ്ണ. ഇവിടെയൊക്കെ ഉണ്ട് ആ വെണ്ണ. ഒരു ജീവിയുടെ ഇംഗ്ലീഷ് നെയിമാണ്. ഇത്രയും തരൂ ക്ലൂ. പറക്കുന്ന വെണ്ണ, വെണ്ണ. വെണ്ണയുടെ ഇംഗ്ലീഷ് വേർഡ് ആലോചിച്ചാൽ മതി, കിട്ടും, പെട്ടെന്ന് കിട്ടും. കറക്റ്റ്. എന്താ പേര്? ജെറി. അപ്പോൾ ജെറിയും കൂടി ഗെയിമിലേക്ക് വന്നേക്കുകയാണ്. ജെറി ഇപ്പോഴാണ് ഉണർന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പറക്കുന്ന വെണ്ണ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവിടെ ഇപ്പോൾ ഒന്ന് തലയിൽ കൂടെ പറന്നു പോയതേ ഉള്ളൂ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ആക്കണമെന്ന KSEBയുടെ വാക്കുകൾ അനുസരിക്കുന്നത് ആരാണ്? മനുഷ്യരല്ല. ഇതൊരു ജീവിയാണ്. യെസ്. അപ്പോൾ വിമൽ 2 പോയിന്റ് നേടി. ഉറങ്ങുന്നതിന് മുന്നേ ലൈറ്റ് ഓഫ് ആക്കണം എന്ന KSEBയുടെ വാക്കുകൾ അനുസരിക്കുന്നത് മിന്നാമിന്നിയാണ്. ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ, ആ കിളവന്റെ സന്തതിക്ക് പോകാൻ. സന്തതിയാ? മറ്റേ പദ്ധതിയില്ല, പദ്ധതി. 70ാം വയസ്സിലെ 16 അടിയന്തര ചടങ്ങ്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിൽ വിമലും ജോസും ഇഞ്ചോടിഞ്ഞ് പൊരുതിക്കൊണ്ട് നിൽക്കുകയാണ്. ആര് ജയിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കണേ, എങ്കിൽ ആൻസർ കിട്ടും. ജനിക്കുമ്പോൾ വെളുപ്പ്, വളരുമ്പോൾ പച്ച, മരിക്കുമ്പോൾ ചുവപ്പ്. എന്താണ്? ഓന്താ? ഓന്തൊന്നുമല്ല. ജനിക്കുമ്പോൾ വെളുപ്പ്, വളരുമ്പോൾ പച്ച, മരിക്കുമ്പോൾ ചുവപ്പ്. എന്താണ്? അല്ല, കഴിക്കുന്ന സാധനമാണത്. ഇത് നമുക്ക് മരിക്കുമ്പോൾ ചുവപ്പ്. തക്കാളിയല്ല. വേറെ നമ്മൾ സിംഗിളായിട്ട് കഴിക്കാറില്ല അങ്ങനെ ആരും. വേറെ എന്തിൻ്റെയും കൂടെ കറികളിലൊക്കെ ഇടാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. യെസ്,
ആരാ പറഞ്ഞു? ജെറി. അപ്പോൾ ജെറിയും വിമലും ജോസുമാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടി ഇന്ന് മത്സരിക്കുന്നത്. ആകെ ഒരു ക്വസ്റ്റ്യൻ ആണ് അവശേഷിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ആര് പറയും? ഇവരിൽ 3 പേർ ആരെങ്കിലും പറഞ്ഞാൽ അവരായിരിക്കും ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ജനിക്കുമ്പോൾ വെളുപ്പ്, വളരുമ്പോൾ പച്ച, മരിക്കുമ്പോൾ ചുവപ്പ്. ആൻസർ മുളകാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഉപയോഗിക്കാത്തപ്പോൾ നീളമുള്ളത് പക്ഷെ ഉപയോഗിക്കുമ്പോൾ ചെറുത്, എന്താണത്? ഉപയോഗിക്കാത്തപ്പോൾ നീളമുള്ളത്, ഉപയോഗിക്കുമ്പോൾ ചെറുത്, എന്താണ് ഈ സാധനം? ക്ലൂ നമ്മളെല്ലാവരും കുട്ടിക്കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. വളരുമ്പോൾ വലിയ ആവശ്യമില്ല ഇതിൻ്റെ. യെസ്, കറക്റ്റ് ആൻസർ. എന്താ പേര്? ഡിവൈൻ. നല്ല പേര് കേട്ടാ, ഡിവൈൻ. അർത്ഥമുള്ള പേര്. അപ്പോൾ ഡിവൈൻ 1 പോയിന്റ് ലഭിച്ചു. ഹൈവേയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിലെത്താതെ, കാട്ടിൽ വെച്ച് പഞ്ചറായാൽ കാട്ടിലെത്താം, വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്തും, വെള്ളത്തിൽ വെച്ച് പഞ്ചറായാൽ ഇവന്റെ തന്ത എത്തും. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലെ വിജയം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ജോസും വിമലും ജെറിയും ഇഞ്ചോടിഞ്ച് നിൽക്കുകയാണ്. ഇടതു നിന്നും വലത്തു നിന്നും ഒരേപോലെ വായിക്കാൻ സാധിക്കുന്ന ഒരു പലഹാരത്തിന്റെ പേര് പറയാമോ? ഇടതു നിന്നും വലതു നിന്നും ഒരേപോലെ വായിക്കാൻ സാധിക്കുന്ന ഒരു പലഹാരത്തിന്റെ പേര്? സമൂസ. കറക്റ്റ് ആൻസർ. അപ്പോൾ ജോസ് ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ ആരാ? ഞാൻ ജോസ്കി അല്ലേ വിളി. ഞാൻ ജോസ്കി വിളിക്കും, നിങ്ങൾ ജയ് അല്ലേ? ദുബായ് ജോസ്. അപ്പോൾ ദുബായ് ജോസ്കി, ദുബായ് ജോസ്കി, ദുബായ് ജോസ്കി. ജയ് വെള്ള ശോകമായ ജയ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയിയായ ജോസിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി BMTV ന്യൂസിന്റെ വെഞ്ഞാറമൂട് ഏരിയ റിപ്പോർട്ടറായ ഷിബിസാനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജോസ്, പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. പ്രോഗ്രാം വളരെ നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അതന്നെ, അടിപൊളി, മനോഹരം. ഓക്കെ, ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാ പേർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.